നിങ്ങൾ എല്ലാം ഇവിടെ ഒന്ന് കഴിക്കണം. അതിന് ബൈ ബൈ ഗായ്സ്. എത്ര ഐസ്ക്രീം കഴിച്ചു മക്കള്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇവിടെ ഹ്യൂമൻ കോണ്ടാക്ട് വരുന്ന 2 സ്ഥലമേ ഉള്ളൂ. ഒന്ന് ഈ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മിൽമ ഡയറിയിലെ പ്രോഡക്റ്റ് സെക്ഷനിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മിൽമയുടെ പ്രോഡക്ട്സൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. കമോൺ. ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത് നമ്മളെ മിൽമയുടെ പ്രോഡക്റ്റ് ഫാക്ടറിയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പ്രോഡക്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 60-ൽ പരം ഐസ്ക്രീംസ്, ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഗീ, കേർഡ്, സംഭാരം, യോഗർട്ട്, ബട്ടർ, അതേപോലെ പനീർ, സിപ്പപ്പ്, ഇതൊക്കെ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി മറ്റ് ഐസ്ക്രീംസിൽ നമ്മളെ മിൽമയുടെ ഐസ്ക്രീംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഐസ്ക്രീംസ് എന്ന് പറയുന്നത് പ്യുവർ മിൽക്കിൽ നിന്നാണ് ഐസ്ക്രീംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പല ഐസ്ക്രീംസ് എന്ന് പറയുന്നത് ഫ്രോസൺ ഡെസേർട്ട് ആണ്. എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ സൂപ്പ്, അതേപോലെ തന്നെ സോയാബീൻ പൗഡർ, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നാണ് മറ്റ് ഐസ്ക്രീംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഐസ്ക്രീംസിൻ്റെ ഫാറ്റ് എന്ന് പറയുന്നത് 10 ഫാറ്റ്. മറ്റ് ഈ പറഞ്ഞ മറ്റ് വെളിയിൽ കിട്ടുന്ന ഐസ്ക്രീംസ് എന്ന് പറയുന്നത് 4 ഫാറ്റേ കടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അത് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പറയുന്നത് നമ്മുടെ ഐസ്ക്രീംസ് ആണ്. പിന്നെ അതേപോലെ തന്നെ പാല് എല്ലാവരും 1 ലിറ്റർ പാലെന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട്. 1 ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ അവരുടെ മിക്ക കമ്പനിക്കാരും ഇറക്കുന്നത് 450 ml ആണ് അതിനകത്ത് ഉള്ളത്. നമ്മളെന്ന് പറയുന്നത് 500-ന് മുകളിൽ, ഏകദേശം 525 ml വരെ നമ്മളെ പാലിന് ക്വാണ്ടിറ്റി അതിനകത്ത് കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ദിവസം അവയർനെസ് പരിപാടി പോലെ ഈ കാര്യങ്ങൾ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾക്ക് അങ്ങോട്ട് പോയി അതിൻ്റെ പ്രൊഡക്ഷനും അതേപോലെ അതിൻ്റെ പാക്കിങ്ങും ഒക്കെ കണ്ട് മനസ്സിലാക്കാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൈരിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഡയറിയിൽ വന്നിട്ട് നിലവിൽ 2 ടൈപ്പ് തൈരാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ടോണ്ട് മിൽക്ക് കേടം, ഒന്ന് സ്കിം മിൽക്ക് കേടം. അപ്പോൾ സ്കിം മിൽക്ക് കേടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാറ്റ് മാറ്റിയ പാലിൽ ചെയ്യുന്നതാണ് സ്കിം മിൽക്ക് കേടം എന്ന് പറഞ്ഞാൽ. അത് ഫാറ്റ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഉള്ളതാണ്. ടോണ്ട് മിൽക്ക് കേടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്ന പാലിനെ നമ്മുടെ ഫാറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ടോണ്ട് മിൽക്ക് കേട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിലവിൽ 3% ഫാറ്റ്, 10% SNF-ലാണ് ചെയ്യുന്നത്. ഇതാണ് ടോണ്ട് മിൽക്കിൻ്റെ ഫാറ്റും SNF എന്ന് പറയുന്നത്. സ്കിം മിൽക്ക് കേടാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ഇല്ല, നിലവിൽ SNF മാത്രമേ ഉള്ളൂ. 10 SNF-ലാണ് ചെയ്യുന്നത്. ആ പാല് നമ്മൾ നിലവിൽ പാല് സ്റ്റാൻഡേർഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ പാസ്ചറൈസിങ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകുന്നത്. പാല് സ്റ്റാൻഡേർഡ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അതിനൊരു തിയറി ഉണ്ട്. തിയറി ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു 5000 ലിറ്റർ പാല് വന്നിരിക്കട്ടെ. 5000 ലിറ്റർ പാല് വന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 4.5 ഫാറ്റാണ് വന്നിരിക്കട്ടെ. അത് നമുക്ക് എത്ര നിലവിൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ 3% ഫാറ്റാണ് ആവശ്യം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: 4500 പാല് അല്ലെങ്കിൽ 5000 പാല് ഇൻറ്റു അതിൻ്റെ ഫാറ്റ് ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പാല് സ്റ്റാൻഡേർഡ് ചെയ്യണത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാല് പാസ്ചറൈസിങ് ആണ്. പാസ്ചറൈസിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 73 ഡിഗ്രി ആയിട്ട് പാല് ചൂടാക്കിയതിന് 4 ചെല്ല് ചെയ്താണ് നമ്മൾ കവർ പാക്കറ്റ് അടിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ തൈരിന് അത് നമ്മൾ 90 ഡിഗ്രി ടെമ്പറേച്ചറിൽ പാല് ചൂടാക്കി ആ 90 ഡിഗ്രി ടെമ്പറേച്ചറിൽ തന്നെ 20 മിനിറ്റ് ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്തതിന് ശേഷം അതിനെ 45 ഡിഗ്രി ആക്കിയതിന് ശേഷം അതിന് നമ്മൾ ഈ കാണുന്ന ഇനാക്കുലേഷൻ ടാങ്കിലോട്ട് കയറ്റും. ഇനാക്കുലേഷൻ ടാങ്കിലോട്ട് കയറ്റിയതിന് ശേഷം അതിനെ നമ്മൾ കൾച്ചർ ആഡ് ചെയ്യും. കൾച്ചർ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്ര മണിക്കാണ് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 5-10 മിനിറ്റ് മുമ്പേ മാത്രമേ കൾച്ചർ ആഡ് ചെയ്യുള്ളൂ. അങ്ങനെ കൾച്ചർ ആഡ് ചെയ്ത് കൊടുത്ത പാല് നമ്മൾ ഫില്ലിങ്ങിന് കൊടുത്ത് ഇപ്പോൾ ഒരു ഡ്രായിൽ 28 എണ്ണം ഒരു ഡ്രായിൽ സെറ്റ് ചെയ്ത് നമ്മളതിനെ ഇൻക്യുബേഷൻ റൂമിലോട്ട് മാറ്റുന്നു. ഇൻക്യുബേഷൻ റൂമിൽ മാറ്റിയതിന് ശേഷം അവിടെ നമ്മൾ 40-45 ഡിഗ്രി ടെമ്പറേച്ചറിലെ ഇൻക്യുബേഷൻ റൂമിൽ 4-5 മണിക്കൂർ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നാണ് തൈരാവുന്നത്. തൈരായതിനു ശേഷം അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് അതിനെ കോൾഡ് സ്റ്റോറേജിലോട്ട് മാറ്റി ഒരു ദിവസം അത് കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നതിന് ശേഷം നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ തൈരിൻ്റെ നിലവിലെ പ്രോസസ്സിങ് രീതി എന്ന് പറയുന്നത്. പേരെന്താണ്? നെയ് ഫില്ലിംഗ് സെക്ഷനാണ്.
അതായത് പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ 110 ഡിഗ്രി ചൂടാക്കിയിട്ട് നമ്മൾ ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഈ നെയ്യാവും. അതിന് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ താഴ്ത്തതിന് ശേഷം വലിയ ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗീ ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ഗീ ഫില്ലിങ്. നമ്മൾ ഇവിടെ ഹ്യൂമൻ കോണ്ടാക്ട് വരുന്ന 2 സ്ഥലമേ ഉള്ളൂ. ഒന്ന് ഈ ബോട്ടിൽ ഇവിടെ പ്ലേസ് ചെയ്യാനും ഒന്ന് ക്യാപ്പ് ഇടാനും. ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ സീലിംഗ് എല്ലാം പ്രോപ്പറായിട്ട് മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മാനുവൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെഷീൻ തന്നെ ഇത് സീലിംഗ് ഒക്കെ കറക്റ്റായിട്ട് അടച്ചുവിടുന്നു. ഐസ്ക്രീം സെക്ഷനിലെ ബോൾ ഐസ്ക്രീം പാക്കിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡയറിയിലെ ഐസ്ക്രീം സെക്ഷനിലാണ്. നമ്മൾ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം തുടങ്ങി 3-4 ജില്ലകൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് ഈ ഫാക്ടറിയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മുന്നേ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കാൻഡി ബാർ ഗ്രേപ്പ് പ്രൊഡക്ഷനാണ്. ഈ സെയിം മെഷീൻസിൽ തന്നെയാണ് നമ്മൾ ബാർ ഐറ്റംസ് ആയ ചോക്കോ ബാർ, മാംഗോ ഡേറ്റ് തുടങ്ങിയ പ്രൊഡക്ഷൻ എടുക്കുന്നത് ഈ മെഷീൻസിലാണ്. നമ്മുടെ തിരുവനന്തപുരം ഡയറിയിൽ ഐസ്ക്രീമിൻ്റെ ചോക്കോ ബാർ ആൻഡ് ക്യാൻഡി അടിക്കുന്ന ഒരു മെഷീനാണ് ഈ മെഷീന്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മണിക്കൂറിൽ 6000 എണ്ണമാണ്. ഒരു മണിക്കൂറിൽ 6000 എണ്ണം നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ -30 ആയിരിക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ അതായത് ഐസ്ക്രീം ഇവിടെ ഫില്ലായി, ക്യാൻഡി ഇവിടെ ഫില്ലായി കഴിഞ്ഞാൽ ഇതിൻ്റെ 10ാമത്തെ മിനിറ്റ്, അതായത് ആ മറിൻഡിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഫ്രീസായി കിട്ടും. അതായത് അതിൻ്റെ ടെമ്പറേച്ചർ -30 ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അത് അവിടെ 1ാമത്തെ മിനിറ്റ്, 10ാമത്തെ മിനിറ്റ് അവിടെ ആയി കഴിയുമ്പോഴത്തേക്ക് 10ാമത്തെ 15ാമത്തെ മിനിറ്റ് നമ്മുടെ സാധനം പാക്കായി കഴിയും.
മിൽമയുടെ വർഗീസ് കുര്യൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മിൽമയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രദർശനം വളരെ ഉപകാരപ്രദമായിരുന്നു. കുട്ടികൾ എല്ലാ സെക്ഷനും സന്ദർശിച്ചു. ഇവിടുത്തെ സ്റ്റാഫ് കൃത്യമായ രീതിയിൽ അതിനെ വിശദീകരിച്ചു തന്നു. പൂർണ്ണമായും തികച്ചും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രോഡക്റ്റുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നേരിട്ട് കണ്ട് സംതൃപ്തി ആകാൻ കഴിഞ്ഞു. ഓക്കെ. മിൽമയിൽ പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിരുന്നു. എല്ലാം കാണാൻ പറ്റിയപ്പോൾ കൊള്ളായിരുന്നു. എന്തൊക്കെ കാണാൻ പറ്റി അവിടെ? അവർ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും പാക്ക് ചെയ്യുന്നതും പിന്നെ അവരുടെ പ്രൊഡക്ട്സ് ഒട്ടുക്കെ എല്ലാം കണ്ടായിരുന്നു. ആർക്കൊരു ഹായ്. അപ്പോൾ നിങ്ങൾ മിൽമയിലെ ഇത് പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തോ? അപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റി? ഐസ്ക്രീം, പനീർ, പിന്നെ സിപ്പപ്പ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണ് പറഞ്ഞത്? ഓക്കെ. അപ്പൊ മിൽമയുടെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? നിങ്ങൾ മിൽമയിലെ പ്ലാന്റ് ഒക്കെ വിസിറ്റ് ചെയ്തോ? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. എല്ലാം കാണാൻ പറ്റി, പ്രോസസ്സുകളൊക്കെ മനസ്സിലാവാൻ പറ്റി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് മിൽമനെ കുറിച്ച് ഒത്തിരി അറിയാൻ പറ്റി. വളരെ ഹാപ്പിയാണ്. ഓക്കെ താങ്ക് യു. ഹായ്. അപ്പോൾ നിങ്ങൾ മിൽമയിലെ പ്ലാന്റ് ഒക്കെ വിസിറ്റ് ചെയ്തോ? വിസിറ്റ് ചെയ്തോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. നല്ലോണം ജോലിയൊക്കെ ചെയ്തു. നല്ലോണം ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്ത് എല്ലാം വിസിറ്റ് ചെയ്തോ ഇവിടെ മിൽമയിലെ? എന്താണ് പറയാനുള്ളത്? കൊള്ളാം. എല്ലാം ഇഷ്ടപ്പെട്ടോ? ഏതൊക്കെ സെക്ഷൻ കണ്ടു നിങ്ങൾ? പാലുണ്ടാക്കുന്നത്, പിന്നെ ഈ കർഡ് ഉണ്ടാക്കുന്നത്, പിന്നെ ഐസ്ക്രീമൊക്കെ, മിൽമയുടെ ഐസ്ക്രീം എല്ലാം കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ. മിൽമയെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. കുട്ടികൾക്ക് ബെനിഫിറ്റാണ്. ഇത് കണ്ട് മനസ്സിലാക്കാൻ ഒരു അവസരം. നിങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം കാണിക്കാൻ കാണിച്ചു. അത് പിള്ളേർക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട്, പ്രോഡക്ട്സ് എങ്ങനെയാണ് ചെയ്തു വരുന്നതെന്നുള്ളത്. താങ്ക് യു. മിൽമയിൽ പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തോ? വിസിറ്റ് ചെയ്തോ? പറഞ്ഞോ, എന്താണ് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അവിടുത്തെ? എല്ലാവർക്കും ആദ്യം കിട്ടിയ സിപ്പപ്പ് അടിപൊളിയായിരുന്നു. സ്ട്രോബെറി ഫ്ലേവർ കിട്ടില്ല സിപ്പപ്പ്. നിങ്ങൾ എല്ലാം ഇവിടെ ഒന്ന് കഴിക്കണം. അതിന് ബൈ ബൈ ഗായ്സ്. ഗൗതം ബൈ ബൈ. ഹലോ. അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈരായിട്ട് ചെയ്തില്ല, നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നല്ല രസമുണ്ട്. ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കണ കണ്ട്, അതിന്റെ കവറൊക്കെ കണ്ട്, നെയ്യൊക്കെ ഉണ്ടാക്കണ കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കണത് മനസ്സിലാക്കാൻ പറ്റുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂൾ വഴി ഇങ്ങനെ വരുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. സംഭവം നമ്മൾ വിചാരിച്ചു നമ്മുടെ സ്കൂളിന്റെ നമ്മൾ താമസിക്കുന്ന പരിസരത്ത് തൊട്ട് ഇത്ര ഒരു ഇതുണ്ടെന്ന് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഞങ്ങളെ വിചാരിച്ച മിൽമ കമ്പനി ഇങ്ങോട്ടൊന്നുമില്ല, നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് പുറത്തെന്നാണ് വിചാരിച്ചത്. കുറച്ച് ദൂരം കാണും, പക്ഷെ നമ്മൾ അടുത്ത് കിടന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങളിത് കാണുന്നത്. പക്ഷെ കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ മിൽമ വിസിറ്റ് ചെയ്തതിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരു എങ്ങനെയാണ് പാലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പാല് തൈരിലോട്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭാവിയിൽ മിൽമയോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും? നല്ല അപ്രോച്ചാണ്. ഓക്കെ. നിങ്ങളെല്ലാം പ്ലാന്റ് വിസിറ്റ് ചെയ്തോ? ഈ പ്ലാന്റ് കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? അടിപൊളി. ഓക്കെ. ഇവിടെ കണ്ട് നമ്മുടെ മിൽമയിലെ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ട് എന്താണ് എക്സ്പീരിയൻസ്? കൊള്ളാം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മിൽമ പാൽ എങ്ങനെയാണ് അത് പ്രൊഡക്റ്റ്, അതിൻ്റെ രീതികളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു.
അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീമിൻ്റെ അതൊക്കെ അത് അടുത്ത് നിന്ന് കാണാൻ പറ്റിയില്ല, എന്നാലും നമ്മൾ കണ്ടു മനസ്സിലാക്കി കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഐസ്ക്രീം കണ്ടു, പിന്നെ പിന്നെ നമ്മളെ ഇവിടെ നിന്ന് അവിടെ കിട്ടണ എല്ലാം കണ്ടു. എങ്ങനെയായിരുന്നു മൊത്തത്തില്? എന്താണ് അനുഭവം ഇവിടെ വന്നിട്ട്? കാഴ്ചയെല്ലാം നല്ല ഭംഗിയായിരുന്നു, പിന്നെ നമുക്ക് കുറെ പഠിക്കാനും ഇതിനെ കുറിച്ച് പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്ലാന്റ് ഒക്കെ കൊള്ളാൻ, നല്ല വൃത്തിയോടെ എല്ലാം ചെയ്യും. ആദ്യമായിട്ടാണോ ചേട്ടൻ വരുന്നത്? ഞാനിത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഡയറി വന്നിട്ടുണ്ടോ? മിൽമയുടെ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഇഷ്ടമാണല്ലേ? എല്ലാം കാണാൻ പറ്റിയില്ലേ? കാണാൻ പറ്റി. ഓക്കെ, വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ചേട്ടനായിട്ട്? സൈഡിൽ നിന്ന് എന്തെങ്കിലും സജഷൻസ് ആയിട്ട് പറയാനെന്തെങ്കിലും? എല്ലാം നല്ല രീതിയിലാണ്. ഓക്കെ, ശരിയാണ്. താങ്ക് യു. വെള്ളനാട് ഡിപ്പോ എന്നാണ് വരുന്നത്. പേരെങ്ങനെയാണ്? മനോഹർ എന്നാണ് പേര്. ഷിനു ഭാസ്കർ. ഇന്ന് കണ്ട് എന്താണ് എക്സ്പീരിയൻസ്? മിൽമയെ പറ്റിയല്ലോ വിലയിരുത്തൽ എങ്ങനെയാണ്? സാധാരണ നമ്മുടെ മിൽമയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഇത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ വന്ന് കണ്ട് ഇപ്പോഴാണത് മനസ്സിലായത്. സാധാരണ ഇതുവഴി കടന്ന് പോകാറുണ്ട്, കോളത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതാണ് മിൽമ എന്ന് ഒരു നോട്ടം നോക്കും. അപ്പോൾ സ്കൂളിലെ കുട്ടികളായിട്ട് ഇവിടെ വരാനും അതിനൊരു സാഹചര്യം ഉണ്ടായതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ അധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിന് 500ഓളം ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ ഇവിടെ പ്രവർത്തിച്ച് ഏകദേശം 2.5 ലക്ഷത്തോളം ലിറ്റർ മിൽക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ വളരെ അത്ഭുതമായിട്ട് തോന്നി. ഓരോ പ്രോഡക്ട്സുകളും ഉൽപ്പാദിപ്പിക്കുന്നത് നേരിൽ കാണാനും അതിൻ്റെ പിന്നിൽ ഒരു എഫർട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രോഡക്റ്റുകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷമുണ്ട്. താങ്ക് യു. ഐസ്ക്രീം കൊള്ളാമോ? പറ. സൂപ്പറാ. ഇതിന്റെ അകത്തൊക്കെ എല്ലാം കണ്ടോ? എല്ലാം കണ്ട മക്കള്? പാലുണ്ടാക്കണൊക്കെ കണ്ട? എങ്ങനെയുണ്ട് മിൽമയുടെ ഐസ്ക്രീം? ഐസ്ക്രീം എങ്ങനെയുണ്ട്? എത്ര ഐസ്ക്രീം കഴിച്ചു മക്കള്? 2 ഐസ്ക്രീം കഴിച്ചു. 2 ഐസ്ക്രീം കഴിച്ചാ? ഇനി വരുമോ ഐസ്ക്രീം കഴിക്കേ? വരൂ അടുത്ത പ്രാവശ്യം. ഐസ്ക്രീം കൊള്ളാമോ? ഈ 2 ദിവസങ്ങളിൽ സ്റ്റോളുകളിൽ ഹോൾസെയിൽ റേറ്റിൽ മിൽമയുടെ പ്രോഡക്റ്റുകൾ ലഭിക്കുകയുണ്ടായി. നല്ല വിജയമായിരുന്നു പരിപാടി. ഇന്നലത്തെ കുട്ടികൾ വളരെ കുറവായിരുന്നെങ്കിൽ ഇന്ന് നല്ല രീതിക്കുള്ള കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ രാവിലെ തൊട്ട് 9 മണി ഐസ്ക്രീം വാങ്ങി തന്നെയാണ് പോയത്. ഐസ്ക്രീം പ്രോഡക്റ്റും എല്ലാം വാങ്ങി തന്നെയാണ് എല്ലാ കുട്ടികളും പോയത്. മതിയാ? എല്ലാ ഐറ്റവും ആരും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവർക്കും സാധനം കൊടുത്തു. നല്ല സെയിലുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മിൽക്ക് ഡേ? ഇന്നത്തെ മിൽക്ക് ഡേ വളരെ വിജയകരമായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല ജനപങ്കാളിത്തവും ഇവിടുത്തെ ജീവനക്കാരുടെയും ഒപ്പം ഇവിടെയുള്ള എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇവിടുത്തെ മിൽക്ക് ഡേ വൻ വിജയമായി തന്നെ മാറിയിരിക്കുകയാണ്. എനിക്കിവിടെയുള്ള കുറച്ച് വർഷത്തെ അനുഭവം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്, മിൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലത്തെ അതിജീവിക്കുന്ന നന്മ തന്നെയാണ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനം പ്രമാണിച്ച് ദേശീയ ക്ഷീരദിനമായി ആചരിക്കുകയാണ്. ആ ദിവസം ഡയറികളിൽ പൊതുജനങ്ങൾക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ കേരളത്തിൽ എല്ലാ ഡയറികളിലും മിൽമ ചെയ്യുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഡയറികളിലും 25-26 നവംബർ 25-26 തീയതികളിൽ ഡയറി സന്ദർശനവും അതോടൊപ്പം തന്നെ ഡയറിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് എല്ലാ ഡയറികളിലും ഒരുക്കിയിരുന്നത്. ഈ ഡയറി സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾ മുതൽ കർഷകർ ഉൾപ്പെടെ പൊതുജനങ്ങൾ എല്ലാ ആൾക്കാരും 2 ദിവസമായി ഡയറി സന്ദർശനത്തിനുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുവാനും ആൾക്കാരുടെ വരുന്നവരുടെ ഇതിനകത്തുള്ള സംശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും ഇവിടെയുള്ള ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നത്. ആ ഡയറിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം
വന്ന ക്ഷീര കർഷകരാവട്ടെ, കുട്ടികളാവട്ടെ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് ഈ മിൽമ എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കിയവർ പോയിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ഡയറി സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയാൽ അത് കൃത്യമായും ഇതൊരു സുവർണ അവസരമായി കണ്ടുകൊണ്ട് എല്ലാ പൊതുജനങ്ങളും വന്ന് ഡയറി സന്ദർശിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ 2 ദിവസമായി എല്ലാ ഡയറികളിലും മിൽമ ഉൽപ്പന്നങ്ങൾ വളരെ മിതമായ റേറ്റിൽ വിതരണം നടത്തുന്നുണ്ട്. ഇന്നും ഇന്നലെയുമായി 10,000-ഓളം ആൾക്കാർ ഈ ഡയറി സന്ദർശിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഇവിടെ എല്ലാ ആൾക്കാരും, ഈ മിൽമ കുടുംബത്തിലുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മിൽമ ഇന്ന് മലയാളികളുടെ അഭിമാനമാണ്, ഒപ്പം അനിവാര്യതയും. മിൽമ ഇനിയും മുന്നോട്ട് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും പിന്നിലാക്കി പാലിൽ നിന്നും പാലാഴിയിലേക്ക്, പ്രകൃതിയിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്, അമൃതിൻ്റെ കടലാഴങ്ങളിലേക്ക് ആ യാത്ര തുടരുകയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.